ചെറുക്ക സെറ്റായല്ലോ. ഹലോ ഹലോ. സോ ഇതാണ് നിങ്ങൾക്ക് കമ്പനി തരുന്ന ലാപ്ടോപ്പ്. ഓക്കെ. നിങ്ങൾക്ക് വേണ്ട സോഫ്റ്റ്വെയർസ് ഫയർ വാൾസ് എല്ലാം ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് സൈൻ ചെയ്തോ. ഇനി ഈ ലാപ്ടോപ്പ് എനിക്കല്ലേ? നിങ്ങൾക്കിത് വർക്ക് പർപ്പസിന് വേണ്ടി തന്നിരിക്കുന്ന മാഡം. വർക്ക് കഴിഞ്ഞാൽ തിരിച്ച് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഈ ലാപ്ടോപ്പ് എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? തീർച്ചയായിട്ടും കൊണ്ടുപോകാം. ഈ ലാപ്ടോപ്പിൽ എനിക്ക് മൂവീസ് കാണാൻ പറ്റുമോ? അങ്ങനെ ചോദിച്ചാൽ ഇപ്പം എന്താ പറയാ മാഡം, ലാപ്ടോപ്പ് വർക്ക് പർപ്പസിനല്ലേ തന്നേക്കുന്നത്. വർക്ക് കഴിയുമ്പോൾ ഫ്രീ ആവില്ലേ, അപ്പം കാണാൻ പറ്റുമോ? കണ്ടോളൂ മാഡം, പക്ഷെ ഒരുപാട് നേരം കാണരുത്. അയ്യോ, ഞാൻ കുറേ സമയം മൂവി കാണില്ല, കുറച്ച് സമയം കാണും, പിന്നെ ഞാൻ ഗെയിം കളിക്കും. ഗെയിംസാ മാഡം? ഇത് ഓഫീസ് ലാപ്ടോപ്പ്, ഗെയിംസ് ഒന്നും പറ്റൂല. നിങ്ങളല്ലേ പറഞ്ഞു കുറേ നേരം മൂവി കാണാൻ പാടില്ലെന്ന്? അതായത് ഗെയിം കളിച്ചാൽ റാമും ഗ്രാഫിക്സ് കാർഡും ഒക്കെ അടിച്ചു പോകും മാഡം. മൂവി തന്നെ കണ്ടോ? ഓക്കെ. പിന്നൊരു കാര്യം, ഈ വാൾപേപ്പർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ അതോ കമ്പനിയുടെ തന്നെ വെക്കണോ? മാറ്റിക്കോളൂ മാഡം. മാഡം, ലാപ്ടോപ്പ് വിൽക്കുന്ന ഒഴിച്ച് വേറെ എന്ത് വേണോ ചെയ്തോ, ഞാൻ നോക്കിക്കോളാം. അയ്യോ, ഇത് ഓഫീസിലെ ലാപ്ടോപ്പ് അല്ലേ, അതെങ്ങനെ വിൽക്കാൻ പറ്റുക? ഓ, ഇതെങ്കിലും ഓർമ്മയുണ്ടല്ലോ. ശരി, വന്നോ, നിങ്ങൾക്ക് ഓഫീസ് ആക്സസ് തരാം. ആക്സസ് എന്തിനാ? അറ്റൻഡൻസിന് വേണ്ടിയാ മാഡം. കാരണം നിങ്ങൾ ഡെയിലി ഓഫീസിൽ വരണമെന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ. അത്ര ബുദ്ധിമുട്ട് എന്തിനാ? അറ്റൻഡൻസ് എടുത്ത് വൈഷ്ണവി എന്ന് വിളിച്ചാ യെസ് സാർ എന്ന് പറയും. എന്ന് പറഞ്ഞ പോരെ മാഡം? ഇത് സ്കൂളല്ല, ഇതൊരു സോഫ്റ്റ്വെയർ കമ്പനിയാ. അതെല്ലോ. എന്തരോ എന്തുവാ? അതെ, ഒരു ഡൗട്ടും കൂടെ ഉണ്ട്. വൈഷ്ണവി, നിന്റെ ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്യാം. നീ പോയി ആക്സസ് വാങ്ങിച്ചോണ്ട് വാ. ഗോ. ഓക്കേ.